നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ. എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ, എന്താണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ ലൈസൻസ്, എന്താണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ലൈസൻസ് എന്നൊക്കെയാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഫ്രീ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഇങ്ങനെ രണ്ടെണ്ണം വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പം ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊക്കെ എന്താണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് ജസ്റ്റ് ആപ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ദെൻ നമുക്ക് ആ കോപ്പി വേണമെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോപ്പി മറ്റുള്ളവർക്ക് എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. അങ്ങനത്തെ സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓപ്പൺ സോഴ്സ്, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പം തന്നെ, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു സോഫ്റ്റ്വെയർ കിട്ടുമ്പം അതിൻ്റെ കൂടെ അത് ഡെവലപ്പ് ചെയ്ത കോഡും കൂടെ കിട്ടും, ആ ഒരു പ്രോഗ്രാമും കൂടെ കിട്ടും. ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താം. അതായത് ഒറിജിനൽ കോഡിങ്ങിൽ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഒരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെയും ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെയും ഒരു മിക്സ് ആയിട്ടാണ് ഇവിടെ ഫ്രീ സോഫ്റ്റ്വെയർ എന്താണെന്ന് പറഞ്ഞത്. സോ ഫ്രീ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ നമ്മളതിനെ സോഫ്റ്റ്വെയർ ലിബ്രെ എന്ന് പറയും. സ്പാനിഷിൽ അതിൻ്റെ മീനിങ് ഫ്രീഡം എന്നാണ്. ക്യാൻ ബി യൂസ്ഡ്, അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്യാൻ ബി യൂസ്ഡ്, അല്ലെങ്കിൽ അത് സ്റ്റഡി ചെയ്യാൻ പറ്റും, സ്റ്റഡീഡ് ആൻഡ് മോഡിഫൈഡ്. ഓക്കെ, മോഡിഫൈ ചെയ്യാൻ പറ്റും വിത്തൗട്ട് റെസ്ട്രിക്ഷൻ, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ആൻഡ് വിച്ച് ക്യാൻ ബി കോപ്പീഡ് ആൻഡ് റീഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ മോഡിഫൈഡ്. ഓക്കെ, അത് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്താണ്, ഒന്നുകിൽ മോഡിഫൈ ചെയ്ത ഫോമിൽ, അല്ലെങ്കിൽ അൺമോഡിഫൈഡ് ഫോം, either without restriction or with minimal restrictions. Okay, അപ്പം വിത്തൗട്ട് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ വിത്ത് മിനിമൽ റെസ്ട്രിക്ഷൻ, only to ensure that further recipients can also do these things and that manufacturer of consumer facing hardware allow user modification to their hardware. Okay, അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചില സോഫ്റ്റ്വെയർസൊക്കെ ഹാർഡ്വെയറിൻ്റെ കൂടെ ഡിപ്പെൻഡായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളുടെ ഒരു കാറിൻ്റെ മോഡൽ ഇറങ്ങുന്ന സമയത്ത് രണ്ട് കളറാണ് ആ മോഡലിനുള്ളത്, ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആ ഒരു കാറിൻ്റെ ഓൺ ചെയ്തിരിക്കുന്നത് ആരാണോ അവരുടെ പെർമിഷൻ എടുക്കണം. അങ്ങനെ പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അത് കാറിൻ്റെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളുടെ നമ്മളുടെ സിസ്റ്റം, ഒരു ഹാർഡ്വെയർ സിസ്റ്റം, അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ് എന്താണെങ്കിലും ആ ഒരു ഹാർഡ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുന്ന സമയത്ത്, യൂസേഴ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹാർഡ്വെയറിൻ്റെ ഓണേഴ്സ് ആണോ, അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചർ ചെയ്യുന്നവരാണോ, അവരുടെ പെർമിഷനും കൂടെ വേണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. In practice, for software to be distributed as free software, the human readable form of the program must be made available to recipient along with the notice granting the above permission. Okay, അപ്പം അതാണ് ഞാൻ പറഞ്ഞ ഇത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന കോൺസെപ്റ്റ്. Such a notice, either free software license or notice that license code is released into the public domain. Okay. Then the free software movement was conceived in 1983. അപ്പം ഇത് ശരിക്കും ഈ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ കൺസെപ്റ്റ് കൊണ്ടുവന്നത് റിച്ചാർഡ് സ്റ്റോൾമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. 1985 അത് ശരിക്കും നിലവിൽ വന്നത്. സ്റ്റോൾമാൻ ഫൗണ്ടഡ് ദി ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഇൻ 1985 to provide the original structure to the advances software ideas. From 1998 onwards, alternative term for free software came into use. The most common are software libre,
ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആൻഡ് ഫ്രീ ലിബ്രെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ശരിക്കും 1998 ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഇത് ആദ്യമൊക്കെ എന്താണ് ജസ്റ്റ് എല്ലാ ടൈപ്പിനും ഫ്രീ സോഫ്റ്റ്വെയർ എന്നായിരുന്നു പറയുന്നത്. ഓക്കെ, ദെൻ 1998 ശരിക്കും ഫ്രീ സോഫ്റ്റ്വെയർ ദെൻ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നിങ്ങനെ രണ്ടായിട്ട് വന്നത്. ഓക്കെ, ദി ആൻറ്റണിം ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ ഈസ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. എന്താണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇപ്പം ഒരു ഓണർ മാത്രം. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതാണ്. നോൺ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അത് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആവില്ല, അതിന് നമ്മൾ പേ ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മളുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ശരിക്കും അതിൻ്റെ ഒറിജിനൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് പേ ചെയ്യണം. അവരുടെ മൈക്രോസോഫ്റ്റിൻ്റെ അധിക സോഫ്റ്റ്വെയർസ് എന്താണ്, പെയ്ഡാണ്. ഇപ്പം നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒക്കെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ആൻഡ്രോയിഡിൻ്റെ അത്ര നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ സോഫ്റ്റ്വെയർസൊന്നും എവിടെ അവൈലബിൾ അല്ല. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഫോണിൽ അവൈലബിൾ അല്ല. അതാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പെയ്ഡാണ്, അധികവും പെയ്ഡായിരിക്കും. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡാണ്, അത് ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ല. Okay, commercial software may be either free software or proprietary software. Contrary to a popular misconception that commercial software is synonym for proprietary software. Okay, an example of commercial free software is Linux, Red Hat Linux. Okay. അതായത് റെഡ് ഹാറ്റ് ലിനക്സ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ കൂടെ നമുക്ക് സോഴ്സ് അവൈലബിൾ ആയിരിക്കും. ദെൻ നമുക്കതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ വിച്ച് മേ ഓർ മേ നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് ചാർജ്. ഓക്കെ, നമുക്ക് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ, ഒന്നിക്കൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നോട്ട് ഫ്രീ, ഒരു ചെറിയ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഫ്രീ വെയർ വിച്ച് ബൈ ഡെഫിനേഷൻ ഡസ് നോട്ട് റിക്വയർ പേയ്മെൻറ്റ് ഫോർ യൂസ്. ഓക്കെ, ഇപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ വെയർ എന്ന് പറയും. ഫ്രീ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, ദെൻ വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ദെൻ നമുക്കത് കോപ്പി ചെയ്തിട്ട് റീഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്യാൻ പറ്റും, പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്. The authors or copyright holders of freeware may retain all rights to the software. It is not necessarily permissible to reverse engineer, modify or redistribute the freeware. Okay. Then the authors, അതായത് അത് ഡെവലപ്പ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ഓതേഴ്സ് ഓർ കോപ്പിറൈറ്റ് ഹോൾഡേഴ്സ്, അതിൻ്റെ കോപ്പിറൈറ്റ് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി എടുക്കാൻ പറ്റുക, അത് പ്രിൻ്റ് ചെയ്യാൻ പറ്റുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, അതിനുള്ള റൈറ്റ്സ് ആർക്കാണുള്ളത്, അവർ. ഓഫ് ഫ്രീ വെയർ, അതായത് പേ ഒന്നും ചെയ്യാതെ യൂസ് ചെയ്യുന്നവർക്ക്, അങ്ങനെ കൊടുക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ മൊത്തം ആ ഒരു റൈറ്റ് എന്ത് ചെയ്യാൻ, റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സിൻസ് ഫ്രീ സോഫ്റ്റ്വെയർ മേ ബി ഫ്രീലി റീഡിസ്ട്രിബ്യൂട്ടഡ്, ഇറ്റ് ഈസ് ജനറലി അവൈലബിൾ എ ലിറ്റിൽ ഓർ no cost. Free software business models are usually based on adding value such as application support, training, customization, integration or certification. Okay. At the same time some business models which work with, അപ്പോൾ പ്രൊപ്രൈറ്ററി മോഡലിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ മോഡൽസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡെഫിനിഷൻ ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ. The first formal definition of free software was published by FSF. What is that? FSF means Free Software Foundation. Okay, in February 1986. അപ്പോൾ ഫസ്റ്റ് എന്താണ് ആ ഒരു ഫോർമൽ ഡെഫിനിഷൻ പബ്ലിഷ് ചെയ്തത് FSF ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ 1986.
The free software definition written by ആരാണ്? റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ്. Defines എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ ആസ് എ matter of liberty, not price. Okay, the term free is used in the sense of free speech, not for the free beer. That definition written by Richard Stallman is still maintained today and state that software is free software if people who receive a copy of software have the following 4 freedoms. Okay, 4 freedoms ആണ് അതിൽ പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫ്രീഡം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ടു റൺ ദി പ്രോഗ്രാം ഫോർ എനി പർപ്പസ്. ഇപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഫ്രീഡം, അതായത് ഫ്രീഡം 1 എന്ന് പറയുന്നത് ഫ്രീഡം ടു സ്റ്റഡി ഹൗ പ്രോഗ്രാം വർക്ക്സ്. ആ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ദെൻ അതിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. ദെൻ ഫ്രീഡം 2 എന്താ പറയുന്നത്? ദി ഫ്രീഡം ടു റീഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ്. നമുക്കത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഫ്രീഡം 3 പറയുന്നത് ദി ഫ്രീഡം ടു ഇംപ്രൂവ് ദി പ്രോഗ്രാം ആൻഡ് your improvements and modification versions in general to the release public so that the all community benefits. ഓക്കെ, നമുക്കതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ 1ഉം 3ഉം ഫ്രീഡം 1നും 3ക്കും എന്ത് കിട്ടണം? നമുക്ക് സോഴ്സ് കോഡ് അവൈലബിൾ ആക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ് സോഫ്റ്റ്വെയർ ലൈസൻസ് എന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ലോ, കോൺട്രാക്ട് ലോ ആണ്. എ സോഫ്റ്റ്വെയർ ലൈസൻസ് ഫോർ സോഫ്റ്റ്വെയർ ലൈസൻസ് ഇൻ കോമൺവെൽത്ത് ഈസ് എ ലീഗൽ ഇൻസ്ട്രുമെൻറ്റ് ബൈ വേ ഓഫ് കോൺട്രാക്ട് ലോ ഗവേണിംഗ് ദി റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോഫ്റ്റ്വെയർ. ഓക്കെ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടുള്ള ആ ഒരു ലോ. അപ്പോൾ അത് ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചു, നമുക്കതിൻ്റെ കോപ്പി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റില്ലേ, അതാണ് അതിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ. ദെൻ നമുക്കതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമോ പറ്റില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് സോഫ്റ്റ്വെയർ ലൈസൻസിൽ വരുന്നത്. എല്ലാ സോഫ്റ്റ്വെയർസും എന്തായിരിക്കും? കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതിൻ്റെ കോപ്പി എടുക്കുക, പ്രിൻ്റ് എടുക്കുക, അതിന് വേറൊരാൾക്ക് കൊടുക്കുക, അതൊക്കെ എന്താണ്? അതിൻ്റെ ഓതർ അല്ലെങ്കിൽ അത് ഓൺ ചെയ്യുന്ന ആളുടെ പെർമിഷൻ, അയാൾക്ക് മാത്രമാണ് അതിനുള്ളൊരു പെർമിഷൻ, അതാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അവർ അനുവദിച്ചാൽ മാത്രം അത് നമുക്ക് അവൈലബിൾ ആകും, നമുക്ക് കോപ്പി എടുക്കാം, നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ് ഈസ് ഇൻ പബ്ലിക് ഡൊമെയിൻ, അത് പബ്ലിക് ഡൊമെയിനിൽ അവൈലബിൾ ആണെങ്കിൽ പോലും. കോൺട്രാക്ച്വൽ കോൺഫിഡൻഷ്യാലിറ്റി ഈസ് അനദർ way of protecting software. A typical software license grants an end user permission to use one or more copies of software in ways where such a use would otherwise constitute copyright infringement of software owner exclusively right under copyright law. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സോഫ്റ്റ്വെയർ ലൈസൻസ് അത് ഗ്രാൻഡ് ചെയ്യും, എന്താണ് ആൻഡ് യൂസർ പെർമിഷൻ ടു യൂസ്, അത് എന്താണ് അതിൽ 1 or more കോപ്പീസ് അത് യൂസ് ചെയ്യാൻ പറ്റും. ചില സോഫ്റ്റ്വെയർസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ബട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മളോട് ഏറ്റവും ലാസ്റ്റ് കുറേ ഉണ്ടാവും, എന്നിട്ട് ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്ക് ചെയ്യും. നമ്മളത് വായിക്കാനൊന്നും പോവില്ല. ശരിക്കും അതാണ് ആ ഒരു സോഫ്റ്റ്വെയർ ലൈസൻസ് എന്ന് പറയുന്നത്. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അത് ടിക്ക് ഇടാനും പോവില്ല, അത്രയ്ക്കും ലോവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. ബട്ട് നമ്മളത് വായിക്കാനൊന്നും പോവില്ല, നമ്മൾ ജസ്റ്റ് ഓക്കെ ഐ എഗ്രി, ദെൻ അത് ഇൻസ്റ്റാൾ ചെയ്യാനാണ് കൊടുക്കാറ്. ഓക്കെ, അത് അവിടെ മൊത്തം പറഞ്ഞിരിക്കുന്നത് ഈ സോഫ്റ്റ്വെയറും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടും എല്ലാമായിരിക്കും. Some software comes with the license when purchased off the shelf or an OEM. That means original equipment manufacturer license. അതായത് ചില സോഫ്റ്റ്വെയർസ് ബൾക്കായിട്ട് യൂസ് ചെയ്ത് കൊള്ളാൻ ഉള്ള പെർമിഷൻ കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഹാർഡ്വെയറിൻ്റെ കൂടെ ചില സോഫ്റ്റ്വെയർസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എംബഡ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സോഫ്റ്റ്വെയർസ് എന്താണ് ബൾക്കായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള പെർമിഷൻസ് പ്രൊവൈഡ് ചെയ്യാം, അതാണ് പറയുന്നത്. അപ്പം ബൾക്കായിട്ട് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം.
ദി തേർഡ് പാർട്ടി ഇപ്പം എങ്ങനത്തെ സോഫ്റ്റ്വെയർ ആണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ ഡിജിറ്റൽ ക്യാമറ, അതേപോലെ ഗ്രാഫിക് ടാബ്ലറ്റ്, പ്രിൻറ്റർ, സ്കാനർ, അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് പറ്റിയിട്ടാണ് പറയുന്നത്. Software can also be in the form of freeware or shareware. Okay, software license can generally be fit into the following categories. അതായത് പ്രൊപ്രൈറ്ററി ലൈസൻസ് ആൻഡ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ലൈസൻസ്. നമ്മൾ പറഞ്ഞല്ലോ, പ്രൊപ്രൈറ്ററി ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണോ ഓൺ ചെയ്യുന്നത് അവരുടെ അതാണ് പ്രൊപ്രൈറ്ററി ലൈസൻസ്. ആൻഡ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ലൈസൻസ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന ആൾക്ക്, ഇപ്പം ഞാനൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഞാനത് വേറൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് എന്താണ്, അതിൻ്റെ സോഴ്സ് കോഡ് അടക്കം കൊടുത്തിട്ട് ദെൻ അതിൽ അവരോട് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറയാം. ഓക്കെ, അതാണ് എന്ത് ഓപ്പൺ സോഴ്സ് ലൈസൻസ് എന്ന് പറയുന്നത്. which include free software license and other open source license. The features that distinguish them are significant in terms of efficiency they have on end users' rights. A free or open source license makes software free for inspection of its code. പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. Modification of its code and distribution. While software released with such license like GNU, General Public License, can be sold for money. ഓക്കെ, ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ ലൈസൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മണി, അതായത് പൈസയിൽ കൊടുക്കാനും പറ്റും. The distribution cannot be restricted in the same way as software with copyrights and patent restrictions used by firm to require license fee. Then proprietary license-നെ പറ്റിയിട്ടാണ് പറയുന്നത്. The term proprietary software is often used to mean computer software which is neither free nor open source. Okay, അത് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവില്ല, നമ്മൾ പേ ചെയ്യേണ്ടി വരും. പിന്നെ അതിൻ്റെ സോഴ്സ് കോഡ് നമുക്കൊന്നും അവൈലബിൾ ആയിട്ട് കിട്ടില്ല, അതിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. അപ്പം മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ അത് നമുക്ക് എന്താണ്, അതിൻ്റെ കോഡിംഗ് ഒന്നും നമുക്ക് അവൈലബിൾ ആവില്ല. Then a literal meaning proprietary in relation to software is that it has a copyright owner who can control over what users can do with the software in contrast to public domain. Okay, അപ്പം അതായത് അവർക്കത് യൂസർ എന്തൊക്കെ അതിൽ ചെയ്യാം, അതിൽ മൊത്തം കൺട്രോൾ ആരുതായിരിക്കും, ആ ഒരു ഓണറിൻ്റെ അടുത്തായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. Proprietary software license is that the software publisher grants license to use one or more copies of the software, but the ownership of those copies remain with the software publisher, hence use of the term proprietary. One consequence of this feature of proprietary software license is that virtually all rights regarding the software are reserved by the software publisher. Okay, അപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ആ ഒരു സോഫ്റ്റ്വെയർ ഓണറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു, എന്താണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ കൈമേലാണ് മൊത്തം കൺട്രോളും, നമുക്കത് കിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ലൈസൻസ് ആണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഓൾസോ FOSS അല്ലെങ്കിൽ നമ്മൾ FOSS അല്ലെങ്കിൽ FLOS എന്നൊക്കെ പറയും. ഫ്രീ ലിബ്രെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, അതാണ് FLOSS എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ലിബ്രെ ലൈസൻസ് ടു ഗ്രാൻഡ് ദി റൈറ്റ് ഓഫ് യൂസേഴ്സ് ടു യൂസ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് സ്റ്റഡി ചെയ്യാനും അതിലെന്തൊക്കെയാണ് യൂസ് ചെയ്യാനും അതിലെന്തൊക്കെ ചേഞ്ചസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. This approach has gained both momentum and acceptance as the potential have been increasingly recognized by both individuals and corporate players. Newcomers to this subject can be confused by the term free. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇപ്പം ശരിക്കും ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമുക്കറിയാം,
ഫ്രീ ഈസ് ഇൻറ്റൻഡഡ് ടു റെഫർ ടു ദി ഫ്രീഡം ടു കോപ്പി ആൻഡ് റീയൂസ് ദി സോഫ്റ്റ്വെയർ. അത് കോപ്പി എടുക്കുക, ദെൻ എന്ത് ചെയ്യുക, അത് റീയൂസ് ചെയ്യാം, rather than to price of the software. The Free Software Foundation, an organization that advocate for the free software, suggested that to understand the concept one should think of free as in free speech and free and open source software is an inclusive term which covers both free software and open source software, which despite describing similar development models have differing culture and philosophies. But free software focus on philosophical freedoms it gives to user, while open source focus on the perceived strength of its peer-to-peer development model. ഓക്കെ, അതിലും സെയിം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മറ്റേതാകുന്ന സമയത്ത് അതിൻ്റെ എന്താണ് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ പിയർ ടു പിയർ ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മളെടുത്തു, ദെൻ നമ്മളത് ചേഞ്ചസ് വരുത്തി വേറൊരാൾക്ക് കൊടുത്തു, അവരതെടുത്തു, അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവർക്ക് ചേഞ്ചസ് വരുത്താം, ദെൻ മറ്റൊരാൾക്ക് കൊടുക്കാം. ഓക്കെ, ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സമയത്ത് നമുക്കതിൻ്റെ കോപ്പി, അതിലെന്ത് ചേഞ്ചസും വരുത്തുന്നത് അതിൻ്റെ ഓണർ തന്നെയായിരിക്കും. ഓക്കെ, നമുക്കത് കോപ്പി എടുക്കാം, ദെൻ കോപ്പി എടുത്തത് മോഡിഫിക്കേഷൻ ഒന്നും കൊടുക്കാതെ വേറൊരാൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓണറിൻ്റെ അടുത്ത് തന്നെയായിരിക്കും ആ ഒരു സോഴ്സ് മൊത്തം ഉള്ളത്, ഓണറിൻ്റെ അടുത്തായിരിക്കും. അതാണ് ഫ്രീ സോഫ്റ്റ്വെയർ. മറ്റേത് പിയർ ടു പിയർ എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ഒരാൾ യൂസ് ചെയ്തു, അതിലെന്തൊക്കെയോ മോഡിഫിക്കേഷൻ വരുത്തി വേറൊരാൾക്ക് കൊടുത്തു, ദെൻ അയാൾ മോഡിഫിക്കേഷൻ വരുത്തി മറ്റൊരാൾക്ക് കൊടുത്തു. ഓക്കെ, then free software license and open source license are used by many software packages. The license have important differences which mirror the difference in way the two kinds of software can be used and distributed, and reflect differences in the philosophy behind two. Free software license. With a free software license, in contrast to proprietary software license, ownership of particular copy of the software does not remain with the software publisher. ഓക്കെ, അപ്പം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആവുന്ന സമയത്ത് അത് യൂസ് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളും അതിൻ്റെ കോപ്പി അത് എല്ലാം എന്താണ്, അതിൻ്റെ കോപ്പി എടുക്കുക, അത് പ്രിൻ്റ് എടുക്കുക, അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിൻ്റെ എല്ലാ ഓണർഷിപ്പും പോകുന്നത് ആർക്കാണ്, അത് ആരാണോ ഓൺ ചെയ്തിരിക്കുന്നത് അയാൾക്കാണ്. ഓക്കെ, അതേസമയം ഫ്രീ സോഫ്റ്റ്വെയർ ആവുന്ന സമയത്തോ, ഫ്രീ സോഫ്റ്റ്വെയർ ലൈസൻസ് ആവുന്ന സമയത്ത് അത് ആ ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ലൈസൻസിനെ പോലെ അല്ല. എന്താണ്, ഓണർഷിപ്പ് ഓഫ് പെർട്ടിക്കുലർ കോപ്പി ഓഫ് ദി സോഫ്റ്റ്വെയർ ഡസ് നോട്ട് റിമെയിൻ വിത്ത് ദി സോഫ്റ്റ്വെയർ പബ്ലിഷർ. അത് പബ്ലിഷ് ചെയ്യുന്ന ആളെടുത്തല്ല അതുള്ളത്. എന്താണ്, ഇൻസ്റ്റഡ് ഓണർഷിപ്പ് ഓഫ് ദി കോപ്പി ഈസ് ട്രാൻസ്ഫർ ടു ദി end user. Okay, ownership of the copy is transferred to the end user. അതിൻ്റെ ഓണർഷിപ്പ് ഓഫ് ദി കോപ്പി. ഓക്കെ, അതിൻ്റെ കോപ്പി റൈറ്റും കോപ്പിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കോപ്പി റൈറ്റും കോപ്പി ഓണറും തമ്മിൽ വ്യത്യാസമുണ്ട്. കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഓണറിൽ ഉള്ളതായിരിക്കും. അപ്പോൾ അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇത് അവർക്കാണ് ആ ഒരു കോപ്പി, ആ ഒരു സോഴ്സ് കോഡ് ഉണ്ടാക്കിയത് അവരാണ്, അത് എപ്പോഴും അവരുടെ കൈമ തന്നെ ഉള്ള സംഭവമാണ്. അതാണ് കോപ്പി റൈറ്റ്. അത് എപ്പോഴും ഓണർക്ക് അവകാശപ്പെട്ടതാണ്. കോപ്പി ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി, ആക്ച്വൽ ഒറിജിനലിൻ്റെ ഒരു കോപ്പി കിട്ടുന്ന ആളുണ്ടല്ലോ, ആ ആളെയാണ് കോപ്പി ഓണർ എന്ന് പറയുന്നത്. അയാൾക്കും ഇതിൽ ചേഞ്ചസ് വരുത്താനും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ള അവകാശമുണ്ട്. ഓക്കെ, അതാണ് കോപ്പി ഓണർ എന്ന് പറയുന്നത്. കോപ്പി റൈറ്റും കോപ്പി ഓണറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് അത് ഓണർ, ഒറിജിനൽ ഓണർക്ക്, ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തത് അവർക്ക് അവകാശപ്പെട്ടതാണ്. കോപ്പി ഓണർ എന്ന് പറയുന്നത് ഇതിൻ്റെ കോപ്പി വേറൊരാൾക്ക് കിട്ടും, അയാൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി അയാൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് എന്താണ് കോപ്പി ഓണർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. നോട്ട് ദാറ്റ് കോപ്പി ഓണർ ഈസ് നോട്ട് സെയിം ആസ് വാട്ട് കോപ്പിറൈറ്റ് ഓണർ. While ownership in a particular copy is transferred, ownership of the copyright remains with the software publisher. Additionally, free software license typically grants to the end user extra rights which would otherwise be reserved by the software publisher.
The primary consequence of free software from licensing is the acceptance of license is essentially optional and an user may use the software without accepting the license. Okay, അപ്പം ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അയാൾക്കത് അതിൻ്റെ കോപ്പി എൻഡ് യൂസർ എന്ന് പറയുമ്പം അവർക്കത് ലൈസൻസ് ആക്സെപ്റ്റ് ചെയ്യാതെയും അത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്താണ് ചില സോഫ്റ്റ്വെയർസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈസൻസ് അഗ്രി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് പറയുന്നത്. The end user wishes to exercise any of the additional rights granted by free software license, such as right to distribute the software, and end user must accept and be bound by the software license. Next, open source license. An open source license is a copyright license for computer software that makes the source code available. Okay, അപ്പോൾ ഓപ്പൺ സോഴ്സ് ലൈസൻസ് ആവുന്ന സമയത്ത് എന്താണ്, സോഴ്സ് കോഡ് അവൈലബിൾ ആയിരിക്കും അണ്ടർ ടേംസ് ദാറ്റ് അലൗ എന്താണ് മോഡിഫിക്കേഷൻ ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ മോഡിഫിക്കേഷൻ എങ്ങനെ, റീഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ, അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ അതാണ് ഓപ്പൺ സോഴ്സ് ലൈസൻസിൽ വരുന്നത്. വിത്തൗട്ട് ഹാവിങ് ടു പേ ദി ഒറിജിനൽ ഓതർ. ഒറിജിനൽ ഓതറിന് അത് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സച്ച് ലൈസൻസ് മേ ഹാവ് അഡീഷണൽ റെസ്ട്രിക്ഷൻസ് സച്ച് ആസ് റിക്വയർമെൻറ്റ്സ് ടു പ്രിസർവ് ദി നെയിം ഓഫ് ദി ഓതർ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് വെക്കാം. എന്താണ് റിക്വയർമെൻറ്റ്സ് ടു പ്രിസർവ്. ഇപ്പം ആരൊക്കെ എന്തൊക്കെ ഇതിൽ മോഡിഫിക്കേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നെയിം ഇന്ന ആളാണ്, ഇത് ഒറിജിനൽ ക്രിയേറ്റർ ഇതാണ്, ഇയാളുടെ പേരാണ് അവിടെ വരിക. അതിൽ നമുക്ക് വേണമെങ്കിൽ റെസ്ട്രിക്ഷൻസ് വെക്കാം. And copyright statement with the code. Okay, one popular set of open source software license are those approved by open source initiative. OSI approve ചെയ്ത ഒന്നാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, വൺ പോപ്പുലർ സെറ്റ് ഓഫ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അത് അപ്രൂവ് ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവ് ബേസ്ഡ് ഓൺ ദ ഓപ്പൺ സോഴ്സ് definition. Open source license generally fall under two categories. ഒന്നെന്ന് പറയുന്നത് ഒന്ന് കോപ്പി ലെഫ്റ്റ്, വേറെ ഒന്ന് പ്രിമിസീവ് ലൈസൻസും. എന്താണ് കോപ്പി ലെഫ്റ്റ് എന്ന് പറയുന്നത്? ദോസ് ദാറ്റ് എയിം ടു പ്രിസർവ് ദി ഫ്രീഡം ആൻഡ് ഓപ്പൺനെസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ഇറ്റ് സെൽഫ്. ഓക്കെ, പ്രിസർവ് ദി ഫ്രീഡം ആൻഡ് ഓപ്പൺനെസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ഇറ്റ് സെൽഫ്. അതാണ് അതിൻ്റെ ഓപ്പൺനെസ് ആൻഡ് ഫ്രീഡം ആൻഡ് ഓപ്പൺനെസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ഇറ്റ് സെൽഫ് അവർ തന്നെ കീപ്പ് ചെയ്യുക. അതാണ് എന്താണ് കോപ്പി ലെഫ്റ്റ് ലൈസൻസും. വേറെ എന്തെന്ന് പറഞ്ഞാൽ പ്രിമിസീവ് ലൈസൻസ്, ദോ ടു ഗീവ് ഫ്രീഡം ടു ദി യൂസേഴ്സ്. അതാണ് എന്ത് പ്രിമിസീവ് ലൈസൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആൻ എക്സാമ്പിൾ ഓഫ് കോപ്പി ലെഫ്റ്റ് ഫ്രീ സോഫ്റ്റ്വെയർ ലൈസൻസ് എന്ന് പറയുന്നത് GNU. ഓക്കെ, ഇത് ലൈസൻസ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യമല്ല പറയുന്നത്, ലൈസൻസിൻ്റെ കാര്യമാണ്. അതായത് ആ ലൈസൻസ് അവർ തന്നെ കീപ്പ് ചെയ്യുക, അതിനാണ് കോപ്പി ലെഫ്റ്റ് ലൈസൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓണർ തന്നെ ഈ ലൈസൻസ് കീപ്പ് ചെയ്യുക. മറ്റേത് എന്ന് പറയുന്നത് എന്താണ്, യൂസറിന് ആ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് പ്രിമിസീവ് ലൈസൻസ് എന്ന് പറയുന്നത്. ആൻ എക്സാമ്പിൾ ഓഫ് കോപ്പി ലെഫ്റ്റ് ഫ്രീ സോഫ്റ്റ്വെയർ ലൈസൻസ് എന്ന് പറയുന്നത് GNU ആണ്, ജനറൽ പബ്ലിക് ലൈസൻസ്. is aimed to giving the end user significant permissions such as permission to redistribute, reverse engineer or otherwise modify the software. Okay. These permissions are not entirely free of obligation for the end user. However, the end user must comply with certain terms if the end user wishes to exercise the extra permissions granted by the GPN. For instance, any modification made and distributed by the end user must include source code is there and the end user not allowed to reassert the removed copyright restrictions. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ലൈസൻസ്. ഓക്കെ.